ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റിട്ട് ഞാൻ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ നേരത്തെ ഒന്നുമല്ല കേട്ടോ, ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എണീക്കാൻ വേണ്ടിയിട്ട്. നീറ്റ് വന്ന പാടന്നെ നമ്മളൊന്ന് മുഖമൊക്കെ കഴുകി ബ്രഷ് ചെയ്തിട്ട് അങ്ങോട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് തോട്ടിൽ തിരുമ്പാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഡെയിലി നമുക്ക് തോട്ടിൽ പോകാൻ പറ്റാറില്ല കേട്ടോ. ഇതിപ്പോൾ മിഞ്ഞാന്ന് പോയി, ഇന്നലെ പോയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഇന്ന് പോകണം കേട്ടോ. മുഖമൊക്കെ കഴുകിയിട്ട് മുടി ഒന്ന് വാരി കെട്ടി വെച്ചാൽ തന്നെ ഒരു പകുതി സമാധാനമാണ് കേട്ടോ. തോട്ടിലേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തലയിൽ നല്ലോണം എണ്ണ തേച്ചിട്ടാണ് ഞാൻ പോവുക. അവിടുന്ന് കുളിക്കാറില്ല, വന്നിട്ടാണ് കുളിക്കുക. അപ്പോൾ അത്ര നേരം കൂടെ എണ്ണ അങ്ങോട്ട് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടാണോ എനിക്ക് നീർവീഴ്ച എന്ന് എനിക്കറിയില്ല. പക്ഷേ തല ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോയിട്ട് നനയുമ്പോഴാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എണ്ണ തേച്ച് പോകാൻ തുടങ്ങിയത്. എണ്ണ തേച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. തലവേദനയ്ക്ക് ഒരു ആക്കവും ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് തോട്ടിൽ പോയിട്ട് ഈ തിരുമണം വെള്ളം തെറിച്ചിട്ട് എന്താണെന്നൊന്നും അറിയില്ല. ചാറ്റൽ മഴ കൊണ്ടിട്ടാണ് മെയിനായിട്ട്. എന്തായാലും തലയിലൊക്കെ നിറയെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ വാരി കെട്ടിയിട്ടുണ്ട് കേട്ടോ. മുടി ഇങ്ങനെ കെട്ടി വെക്കണമാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനെ പരത്തിയിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പൂജിട്ടാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അവൾക്ക് കെട്ടി വെക്കുന്ന ബുദ്ധിമുട്ടാണ്, പരത്തിയിട്ട് നടക്കാനാണ് ഇഷ്ടം. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് നമ്മൾ ആ തിരുമാളതൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി പോകാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നല്ലെങ്കിൽ രാവിലെ പോകാൻ പറ്റില്ല. വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ തെണ്ടി തിരിഞ്ഞ് ചിലപ്പോൾ ആ നേരത്ത് വളാഞ്ചേരി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നരാടൊക്കെയാണ് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ബക്കറ്റ് നിറയെ ഉണ്ടാവും നമുക്ക്. നമ്മൾ 2-3 ആൾക്കാർ 2 നേരം കുളിച്ചിട്ട് മേലെ കഴുകണമൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളും പിന്നെ ഞാൻ ഷോർട്സിലേക്ക് വേണ്ടിയിട്ട് ഇടുന്ന ഡ്രസ്സൊക്കെ ആയിട്ട് ഡ്രസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും തിരുമ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. പോയിട്ട് നമ്മൾ തോട്ടിലായിക്കോട്ടെ കുളത്തിലായിക്കോട്ടെ തിരുമ്പാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരുമ്പൽ കഴിഞ്ഞിട്ട് നമുക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. വീട്ടിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ആലസം പാടി എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലെങ്കിൽ പിന്നെ ഒരുപാട് നേരമാവും. ഇവിടെ വന്നിട്ട് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരുമ്പൽ കഴിയണ പോലെ തോന്നാറുണ്ട് കേട്ടോ. വരണ ഒരു പാടേ ഉള്ളൂ, ഒരു ചടപ്പേ ഉള്ളൂ. പിന്നെ വന്ന് നോക്കിയപ്പോൾ അവിടെ 2-3 ചേച്ചിമാർ തിരുമ്പുണ്ടായിരുന്നു. തിരുമ്പാങ്കല്ല് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പൂവ് പിച്ചാന്ന് വിചാരിച്ചു, രാവിലെ പൂവിടാൻ വേണ്ടിയിട്ട്. പൂവ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ മഞ്ഞപ്പൂക്കൾ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ വെറുതെ ഇരിക്കുകയല്ലേ ഇനിയിപ്പോൾ അവരുടെ കഴിയണ വേറെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്ത് പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പൂവിടാൻ വേണ്ടിയിട്ട് പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാടൊക്കെ ഇതാ അങ്ങനെ ഈ പൂട്ടിയിട്ട് കണ്ടം പൂട്ടില്ലേ, അങ്ങനെയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നെല്ല് വിതയ്ക്കേണ്ടയും കാര്യത്തിൻ്റെയൊക്കെ ഉള്ള സമയമാവും. വിതച്ച് കഴിഞ്ഞാൽ നല്ല രസം അവിടെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പുറത്ത് കുളമുണ്ട്. നാളെ നമ്മളൊരു വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നോക്കട്ടെ, അടുത്ത വ്ളോഗിൽ നമുക്ക് കുളത്തിൻ്റെ അവിടെയും കൂടെ പോകും. ഞാൻ അപ്പോൾ ഇപ്രാവശ്യം കുളത്തിൻ്റെ അങ്ങോട്ട് പോയിട്ടില്ല, മഴക്കാലമായിട്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ പൂ പിച്ചിട്ട് അവിടെ ഞാൻ എന്തോ ഒരു പുറ്റു പോലൊരു സാധനം കണ്ടപ്പോൾ പേടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ അത് ചെതലിൻ്റെയാണ് കേട്ടോ. അപ്പോൾ പൂച്ചിട്ട് അതും പോയി പിടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഇപ്പുറ ഭാഗത്ത് ഇഷ്ടംപോലെ മഞ്ഞപ്പൂക്കളുണ്ട് കേട്ടോ. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് പിച്ചി പോരാ. പക്ഷേ അവിടേക്ക് ഇറങ്ങാനുള്ളയും പറഞ്ഞ പോരാനുള്ളയും മടിയോണ്ടാണ്. ഇവിടെയൊക്കെ ഇത്രയും മഞ്ഞപ്പൂക്കളുണ്ടെന്ന് അറിയില്ല കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ മൊത്തത്തിൽ പച്ചയാണ് കാണുക, മഞ്ഞ കാണില്ല. അടുത്ത് വന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ പൂക്കളുണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ നടന്ന് പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ പോയി ഇരുന്നു, ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട്. പൂ പിച്ചേൻ്റെ ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ടൊന്നുമില്ല, തിരുമല കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചിമാരെ. അപ്പോൾ അതുവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ ഈ വീഡിയോ എടുക്കണമല്ലേ, അപ്പോൾ അവരും കൂടെ പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുളിക്കുകയും തിരുമ്പൊക്കെ ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചാടിത്തുള്ളി പോയിട്ടുണ്ട്. നമ്മുടെ ഒക്കെ തിരുമ്പി കയറ്റി കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഒരു തിരക്കുള്ള ദിവസമാണ് കേട്ടോ. പോകണ്ട കേട്ടോ. ഓ, ഇവിടെ ഭയങ്കര അവിടെ ഭയങ്കര സൗണ്ട് അല്ലേ. പക്ഷെ കാറ്റ്, നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട്, നല്ല കാറ്റുണ്ട്. കാറ്റ് ഉണ്ട്. വീഴണ്ട കേട്ടോ. ഞാനത് പിടിച്ചിരുന്നോണ്ട് തിരുമ്പിയാൽ മതി മോള്. ഞാൻ പിടിച്ചിരുന്നോണ്ട് അയ്യയുടെ മണിമേ എന്താ മോള്. ഓക്കെ, ഇനി നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങാം ഗൈസ്. ഓ, എനിക്ക് ജീൻസ് പാൻറ് വേണമെന്നൊന്നുമില്ല. ഈ ഒരു കൈവേദന ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, മുന്നൊക്കെ ഷാജേട്ടൻ ഗൾഫിൽ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു നിന്ന് പറഞ്ഞിരുന്നത്. അന്ന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് എനിക്കും. അപ്പോൾ പിന്നെ കുട്ടികളെ നോക്കാൻ വേണ്ടി കുഞ്ഞു കുട്ടികളല്ല, അപ്പോൾ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മുടെ വീട്ടിൽ ഇതില്ല, വാഷിംഗ് മെഷീനൊന്നും ഇല്ല. അപ്പോൾ 3 പേരുടെ അലക്കാൻ വേണ്ടിയിട്ട് ഞാനും അനിയനും അമ്മയും കുട്ടികളെ കൂടെ സൺഡേയിലാണ് തിരുമ്പാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ അല്ല കേട്ടോ, കുളം എന്ന് പറഞ്ഞില്ലേ, അവിടേക്കാണ്. അപ്പോൾ എനിക്കത് ഓർമ്മ വരും. രാവിലെ ഞങ്ങൾ വരും. അത് വീട്ടിൽ വണ്ടിയുണ്ട്, കാറിൽ. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ കാറിൽ ഈ തിരുമ്പാളതൊക്കെ എടുത്ത് പോകുന്നു.
തിരുമ്പിയൊക്കെ വീട്ടിലെത്തുമ്പോഴേക്കും അയ്യോ എൻ്റെ അമ്മയെ വിശന്നിട്ട് കണ്ണ് കാണില്ല. നിങ്ങൾക്കറിയോ തോട്ടിലും കുളത്തിലൊക്കെ കുളിച്ച് തിരുമ്പി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും നല്ല വിശപ്പായിരിക്കും, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടാവും. അതുപോലെ തന്നെയാണ് ഉറങ്ങി നീറ്റാലും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ അതാ തിരുമ്പാൻ വേണ്ടിയിട്ട് തടുപടി തിരുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മൈൻഡിൽ മൊത്തം ഈ സ്റ്റിച്ച് ചെയ്യാനുള്ളവരുടെ ദൈവമേ ആ സമയത്ത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റണമെങ്കിൽ എന്നാണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഈ ഓണം വിഷുവൊക്കെ ആകുമ്പോൾ ഒരു വയ്യായിക വരാറുണ്ട് കേട്ടോ. ഓവർ ഈ പറഞ്ഞ പോലെ പണികളും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഈ ഓട്ടപ്പാച്ചിലും ഒക്കെ കൂടെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൈവേദനയും ബി.പിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അതിങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ വിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിച്ചിങ്ങും കൂടെ ആയപ്പോണ്ടല്ല ആകെ കൂടെ ഊപ്പാട് ഇളകിയിട്ടുണ്ട്. എനിക്കില്ലേ എവിടേക്കാണ് വേദന എന്ന് പറയണില്ലേ സത്യത്തിൽ. കൈയാണോ കാലാണോ വിരലാണോ ഓരയാണോ ഒന്നും അറിയണില്ല, അത്രയും പെയിനാണ് കേട്ടോ. പൂജിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൈവേദന എടുക്കുമ്പോൾ അവിടെ ഒന്ന് അമർത്തുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിതൊക്കെ ചെയ്തല്ലേ, ഇത്രയും ഒന്നും അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. എന്നാലും ഒരു ബക്കറ്റ് അവൾ തന്നെയാണ് കേട്ടോ തിരുമ്മിയിട്ടുണ്ടായിരുന്നു. ഒരു ബക്കറ്റേ ഞാൻ തിരുമ്മിയിട്ടുള്ളൂ. എന്നിട്ട് ഇതാ പെട്ടെന്ന് നമ്മളാകുമ്പോൾ പെട്ടെന്ന് ചെയ്യും, കുട്ടികളാകുമ്പോൾ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വയ്യാതെ നോക്കിയിരിക്കുന്നതിനേക്കാളും ഭേദം പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കൂടെ ഇറങ്ങിയത്. എല്ലാം കഴിഞ്ഞ് ദാ ഒലിമ്പി പിഴിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ നല്ല രസമാണ്. ഒരു ദിവസം വെയിലാണെങ്കിൽ ഒരു ദിവസം മഴയാണ്, അങ്ങനെയാണ്. ഇപ്പോൾ ഓണം വെള്ളത്തിലാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ വെള്ളത്തിന് കലക്കൊന്നുമില്ല കേട്ടോ. ഇതാ നമ്മുടെ തിരുമ്പലും ഒലിമ്പിപ്പിടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാല് നല്ലോണം ഉറങ്ങി. എനിക്ക് കാലില്ല, നല്ല വൃത്തിയിൽ നിൽക്കണം കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനായിട്ട് ഞാനൊരു കരിങ്കല്ല് വീട്ടിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെക്കാറുണ്ട്, ഈ കാലുരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതാ കാലൊക്കെ ഉരച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി വേഗം കയറുകയാണ് കേട്ടോ. ഇവിടെ നിന്നത്തെ കുറച്ചേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വെയിറ്റ് കയറ്റുമ്പോൾ നമുക്ക് വലിയ പാടാണ് കേട്ടോ. അപ്പോൾ തത്തൊക്കെ തരികിടാച്ചിട്ട് ഇവിടുത്തെ കൂടെ പോകും. അവിടെ ആണെങ്കിൽ നല്ല പൊന്തയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ വേണ്ടി കുറച്ച് പാടാണ് കേട്ടോ. പിന്നെ അങ്ങനെ റോഡ് വഴി വരുമ്പോൾ 2 അടിയും കൂടെ കൂടുതൽ നടക്കണ്ടേ എന്നുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ കയറുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു പാൻറ്റ് നിലത്തും വീണു. അതാണ് വൈറ്റ് പാൻറ്റ്, അതിൽ മണ്ണും ആയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് നമുക്ക് വെള്ളത്തിൽ കഴുകിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇനി അതാ ഒരു 8 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം വൈകി, 6:45 ആയിട്ട്. പിന്നെ നീറ്റൊന്ന് ആലസം പാടി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഹാങ് ഓവർ തീരണ്ടേ നമ്മുടെ ഉറക്കത്തിൻ്റെ മപ്പ്. രാത്രി കിടക്കാൻ വേണ്ടി നല്ല വൈകും കേട്ടോ. അതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു സമയം ആയിട്ടുണ്ട്. എന്തായാലും വേഗം നമുക്കതൊക്കെ ഒന്ന് തോരടാം. എന്താ വെച്ചാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് വെയിലുണ്ടല്ലോ, അപ്പോൾ അത് വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഉണങ്ങിക്കോളും. എപ്പോഴാണ് ഇതിൻ്റെ മട്ടും പാവം മാറുകയെന്നും പെരുമഴ വരാമെന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അതങ്ങോട്ട് വിരിച്ചിട്ടു. ഇല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ ഇരിക്കും, നമ്മൾ ഒരു പണി കഴിയുമ്പോഴേക്കും. അപ്പോൾ ഉള്ള വെയിൽ അങ്ങോട്ട് ഈ ചൂടോട് കൂടെ ഒന്നും ഇങ്ങോട്ട് വെള്ളം വാർന്ന് കിട്ടിയാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇടാം, ജനലിൻ്റെ അവിടെയോ മേലെ കോണി സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഉണക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പകുതി പൂജിട്ടി അവിടെ വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെയും വിരിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇപ്പോൾ ഒരുവിധം. ഇനിയിപ്പോൾ നമ്മുടെ അലക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റൊന്ന് ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സ്റ്റിച്ചിങ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു തിരുമ്പൽ കല്ല് നമുക്ക് എന്തായാലും മസ്റ്റാ. ചേച്ചിമാർ പറയുന്നുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതൊക്കെ. ഇനിയിപ്പോൾ ഓണം അങ്ങോട്ട് കഴിയട്ടെ കേട്ടോ. ഓണം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബഡ്ജറ്റിൽ അതങ്ങോട്ട് പാസ്സാക്കണം വിചാരിക്കുന്നു. അല്ലാതെ അതിൻ്റെ ഇടയിൽ കുഞ്ഞൊരു കരിങ്കല്ല് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് ഞാനിവിടെ സാമി സ്റ്റാൻഡ് തറച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇന്നലെയാണ് തോന്നുന്നു ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ സ്റ്റാൻഡ് തറച്ചിട്ട് സാമിമാരെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വിളക്ക് കൊളുത്തിയിട്ട് വേഗം ചാടി ഇറങ്ങണമെങ്കിൽ എന്തിനാ അറിയോ? നമ്മൾ പൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പോകുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല, സിറ്റ് ഔട്ടൊക്കെ അടിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂച്ചകൾ കയറിയിട്ടാണ് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ ഒരു കാൽപ്പാട് കണ്ടു. അതിന് കയ്യോടെ അവിടെയും കൂടെ അങ്ങോട്ട് തുടയ്ക്കാൻ വിചാരിച്ചു. ഞാൻ തുടക്കൽ കഴിഞ്ഞിട്ടാണ് ഒന്നില്ലെങ്കിൽ തിരുമ്പാൻ വേണ്ടിയിട്ട് പോകും, അല്ലെങ്കിൽ തിരുമ്പി വന്ന പാടം അങ്ങോട്ട് തുടയ്ക്കാറാണ് പതിവ്. ഇതിപ്പോൾ വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തുണി വിരിച്ചിടാൻ പോകുമ്പോൾ അങ്ങോട്ട് ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇനി അവിടെയും കൂടെ കയ്യോടെ അങ്ങോട്ട് തുടച്ചിട്ട് നമുക്ക് പൂടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 8:15 കഴിഞ്ഞിട്ടുണ്ടാവും സമയം. 8:15 8:30 ആയിട്ടുണ്ടാവും ഇപ്പോൾ പൂടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇപ്പോൾ സമയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റിലൊക്കെ ആയിരിക്കും വലിയ മേളം, പൂക്കളം ഇടാനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൂ പറിക്കാനൊക്കെ. പിന്നെ അങ്ങോട്ട് മടിയോളും കാര്യങ്ങളൊക്കെ ആയിട്ട് 8 മണി 8:30 9 മണിക്ക് ആവും പൂവാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ അവിടുന്ന് പഴയ വീട്ടിൽ നിന്ന് കൊടുന്നേക്കാം. ഇതിലൊക്കെ നമുക്കിനി പച്ചക്കറി നടണം, മുളകോ തക്കാളിയോ അങ്ങനെ എന്തെങ്കിലും. ഇത് ഈ ബിരിയാണിയിൽ ഇടുന്നത്. എന്നിട്ട് പേര് എനിക്കറിഞ്ഞിട്ട് എനിക്ക് ചേച്ചി തന്നു. ശരണ്യ പറിച്ചെണ്ണയാണ് കേട്ടോ ചേച്ചിയോട് പോയപ്പോൾ. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയ്യോ, അപ്പോൾ നമുക്ക് അതിൽ പച്ചക്കറിയൊക്കെ നട്ടിട്ട് സെറ്റാക്കണം. പൂജട്ടിക്ക് ഡ്രസ്സ് എടുത്തു കേട്ടോ ഗൈസ്. ഞങ്ങളൊക്കെ ആദ്യം ഡ്രസ്സ് എനിക്ക് കണമുട്ടിക്ക് നിൽക്കാം. അയ്യോ, ഒന്നും പൂ കൊടുത്തില്ലടാ. ഞാൻ എടുക്കണോ?
ഇന്നലെ മിനിഞ്ഞാന്ന് വാങ്ങിയതിൻ്റെ കുറച്ച് പൂവ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇട്ടതിൻ്റെ മിച്ചട്ടോ, അത് എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി പോയതാണ്. ഇങ്ങനെ ഒരു താളത്തിലൊക്കെ ആക്കിയിട്ട് കണ്ണുകൂട്ടി വെച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കയ്യോടെ ഇങ്ങോട്ട് എടുത്ത് വന്നിട്ടുണ്ട്. എങ്ങനെ ഇടണം എന്നൊരു പ്ലാൻ ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് പൂവ് കൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പൂവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല ഡിസൈനിലിടാം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരു കളർ കുറച്ചേ ഉള്ളൂ, മറ്റേ കളർ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഞാൻ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ പൂജിട്ട് പറയും എപ്പോഴും ഇങ്ങനെ ഇടാറിയുള്ളൂ എന്നൊക്കെ. എനിക്ക് സത്യത്തിൽ എനിക്ക് ഇത്രയ്ക്കേ അറിയുള്ളൂ, വലുതായിട്ട് ഇടാൻ വേണ്ടിയിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ പറയാറില്ല, അച്ഛയാണ് തിരുവോണത്തിൻ്റെ അന്ന് വലിയ കളാക്കി ഇടുക. അച്ഛൻ ഭയങ്കര ഡിസൈനിൽ ഈ മഴുക്കോലൊക്കെ ആയിട്ട് എടുത്ത് അളവ് വരച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഡിസൈൻ ആക്കും. ഞങ്ങൾ ഈ കുട്ടികൾ 9 ദിവസവും വെച്ചാൽ ഉത്രാടം വരെയും ഞങ്ങളുടെ പൂക്കളാണ് കേട്ടോ. ഞങ്ങളത് എങ്ങനെയെങ്കിലൊക്കെ തട്ടിപ്പും തരികിടയിലൊക്കെ ആക്കിക്കോളും. എങ്ങനെ പോയാലും ഇതാ ലാസ്റ്റ് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കുട്ടികൾക്ക് ഇപ്പോൾ പോരാ. എന്തായാലും പൂക്കൾ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു സമാധാനം ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ടും കൂടെ കാക്കാം. ഇത്രേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ പൂക്കൾ ഇട്ടിട്ട് ഞാൻ വേഗം എസ്കേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ചായ വെക്കണ്ടേ, ചായ കുടിക്കണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചായ ഉണ്ടാക്കണം, കുടിക്കണം. കമോ വരൂ, വരാം, നടന്നോളൂ. കൂടെ ഉമ്മർത്ത് കുടിക്കരുത് കേട്ടോ. ഇങ്ങോട്ട് അങ്ങോട്ട് വാ, ചായ ഉണ്ടാക്കണം. ഞാനില്ല. എൻ്റെ പൂജട്ടി ഉറക്ക പിശാചാണ് കേട്ടോ. എത്ര ഉറങ്ങിയാലും പൂതി തീരില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഉറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം കിടന്നുറങ്ങിക്കോളും. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീക്കണതിൻ്റെ ഒരു മടിയും കാര്യങ്ങളൊക്കെയാണ് ആൾക്ക്. ഉച്ചയ്ക്ക് അത് അങ്ങോട്ട് ഉറങ്ങി തീർക്കും ഞാൻ ലൈവിലിരിക്കുന്ന സമയത്തൊക്കെ കേട്ടോ. ഇപ്പോൾ ഇപ്പം ഇന്ന് എനിക്ക് ലൈവ് പോകാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണല്ലോ. ഇന്ന് ഞാൻ ലൈവ് പോയിട്ടില്ല കേട്ടോ. എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് വേഗം അടുക്കളയിൽ കയറി ചായ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികൾ പറഞ്ഞു നൂലുപുട്ട് മതി. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ഉഴുന്നും പച്ചരിയൊക്കെ ഇട്ടിട്ട് ഒന്നാമത് ഞാൻ മറന്ന് പോവാണ് ഈ തിരക്കില്ല കേട്ടോ. അപ്പോൾ ഇരിക്കുന്ന അരിപ്പൊടി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് തലേദിവസത്തെ മീൻ കറി ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കണ്ടല്ലോ, വേഗം നമുക്ക് നൂലുപുട്ടാക്കാം. വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് നമ്മളിത് ആ നൂലുപുട്ട് വാട്ടിക്കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കുറച്ച് ഓയിലൊഴിച്ചു. എന്നിട്ട് തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് വാട്ടിക്കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നൂലുപുട്ട് വേഗം ആക്കാം കേട്ടോ. നമുക്ക് ഒരൊറ്റ ട്രിപ്പ് മതി. അതുകൊണ്ട് ഇത് ആക്കാനും ചപ്പാത്തി ആക്കാനും ഇപ്പം എനിക്ക് എളുപ്പമാണ്. മറ്റേത് എനിക്ക് നൂലുപുട്ടിനും ചപ്പാത്തിക്കും വലിയ പാടായിരുന്നു കേട്ടോ. ഈ ഉണ്ട് ദൈവമേ എന്തൊക്കെ ഒരു പണിയുണ്ട്, വാട്ടണം, കുഴയ്ക്കണം, പിന്നെ ആ പാത്രം അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ. ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ദോശ ഇങ്ങനെ എപ്പോഴും ദോശയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വെക്കേഷൻ്റെ സമയത്തല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക്. മറ്റേത് എളുപ്പപ്പണി, അവർക്ക് ഇഷ്ടവും ദോശ ആയതുകൊണ്ട് ഞാൻ മിക്കതും ദോശമാവ് അങ്ങോട്ട് അരച്ച് വെച്ചാൽ 2 ദിവസം 3 ദിവസം പോവും. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പത്തിനുള്ള മാവ് അരച്ച് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. വെക്കേഷൻ സമയമാകുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഇപ്പോൾ പറഞ്ഞ പോലെ ചപ്പാത്തി, നൂലുപുട്ടും അതും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നൂലുപുട്ട് പറയും, ചില സ്ഥലത്ത് ഇടിയപ്പം എന്നും പറയും. മാവൊക്കെ വാട്ടി കുഴച്ച് വെച്ചിട്ട്, ഇടിയപ്പത്തിനുള്ള മാവ് വാട്ടി കുഴച്ച് വെച്ചിട്ട് നമ്മുടെ ചായക്കുള്ള പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതങ്ങോട്ട് സെറ്റായി വന്നപ്പോൾ നമുക്കിനി നൂലുപുട്ടിൻ്റെ അച്ചിൽ മാവ് ഇട്ടിട്ട് അതങ്ങോട്ട് ആക്കിയെടുക്കുക. ഇത് നല്ല കൈവേദന, പൂജിട്ടിക്കിനോട് ആക്കി തരാമെന്ന് പറഞ്ഞു. ഒന്നാമത് ഇതിന് ഭയങ്കര കുറച്ച് ബലം ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാമല്ലോ ഉണ്ടാക്കണവർക്ക്. ഈ നൂലുപുട്ടിൻ്റെ അച്ഛൻ അതിനേക്കാട്ടിലുമാണ്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് ബലം കൊടുത്ത് ചെയ്യണം. അപ്പോൾ അവൾക്കത് പറ്റുമല്ലോ എന്നൊക്കെ അറിയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഏതായാലും കൈ പോയി, അമ്മോട് ചെയ്തോളാം, അവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ നിർത്തിയിരിക്കുകയാണ്. എനിക്കിങ്ങനെ കൂടെ ചെയ്യണം എന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ കാര്യം പറഞ്ഞ് നിൽക്കാൻ ഒരാളെ കിട്ടിയാൽ മതി. എനിക്കങ്ങനെ ഒരാൾ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ചെയ്തു തരണം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഞാൻ ചെയ്യാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. അതിൻ്റെ ഇടയിൽ കൂടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് തത്തൈ തകതൈ എന്ന് പറഞ്ഞിട്ട് അത് ഉള്ളതും കൂടെ ഇല്ലാണ്ടായി പോവുക ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും തോന്നാറില്ല. വയ്യാണ്ടാകുമ്പോൾ എനിക്ക് ഒരു നേരമൊക്കെ ഓക്കെ ഒന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാം എന്നൊക്കെ തോന്നാറുണ്ട് ഇപ്പോൾ വെച്ചിട്ട് കേട്ടോ. പക്ഷേ ഇവർ ചെയ്യുമ്പോൾ അത് ഇരട്ടിപ്പണി ആവാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട, ഞാൻ തന്നെ ചെയ്തിട്ട് ലേശം നേരാണ്ട് കിടക്കാമെന്ന് കേട്ടോ. ഇന്നിപ്പോൾ നാളികേരം ഇടണില്ല. എന്താ വെച്ചാൽ നാളികേരത്തിന് പഞ്ഞാണ്, നമുക്ക് ഒരു നാളികേരം ഇരിക്കണുള്ളൂ. പിന്നെ ഇത്തിരി പോരും ചിരകിയതിരിക്കുന്നുണ്ട്. അത് ഞാൻ വിചാരിച്ചു കഴിക്കുമ്പോൾ എനിക്ക് ഉള്ളതിൽ പിള്ളേർക്ക് നാളികേരം നിർബന്ധമില്ല മീൻകറിയുള്ള കാരണം. എനിക്ക് ഇന്ന് മീൻകറി കൂട്ടാനൊരു എയിമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെതറിയിട്ട് പഞ്ചസാര കൂട്ടി കഴിക്കാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ കേട്ടോ. നൂലുപുട്ടൊക്കെ പീച്ചി ആക്കിയിട്ട് നമ്മളത് ആ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ടുണ്ട്. വേഗം ഒരു 5 മിനിറ്റ്. അപ്പോൾ അതാവണ സമയം കൊണ്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കയറി ഇരുന്നിട്ട് സമാധാനത്തിൽ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും പറയാറില്ല, ഈ ഒരു 1/2 ഗ്ലാസ് ചായ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു 10 മണി വരെ ഒന്നും കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇതിങ്ങനെ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്തോ പോലെ. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാനൊരു വർഷം, ഇപ്പോൾ ഈ ഒരു വർഷമാണ് അത് വരെ, ഇപ്പോൾ ഇത്രയും വർഷം ഞാൻ ജനിച്ചിട്ട് എനിക്ക് ചായ ഞാൻ കുടിക്കാറ് പോലും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ അതിന് വല്ലാതെ അഡിക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തലവേദന വന്നാൽ, ടെൻഷൻ വന്നാൽ, അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയാൽ
എല്ലാത്തിനും എനിക്ക് ചായയാണ് ശരണം കേട്ടോ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നൂലുപുട്ട് അങ്ങോട്ട് ആയിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ട് പീച്ചിട്ട് നമുക്ക് ആവി കയറ്റാൻ വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിക്കാനുള്ളതായിട്ടുണ്ടല്ലോ, നമുക്ക് കഴിക്കുകയും ചെയ്യാം. കണ്ണൻകുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്നലെ പിന്നെ എന്താ പറയുക, മൂവി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആശാൻ. അപ്പോൾ ഉറങ്ങുകയാണ്. ഇനി ഉറങ്ങി നീക്കട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ ഉറക്കം കഴിഞ്ഞ് നീക്കട്ടെ എന്നിട്ട് മതിയല്ലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇപ്പം ബുദ്ധിമുട്ടി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കടയിൽ പോകാണ്ട് ആ ഒരു സമയം ആകുമ്പോഴേക്കും നീറ്റിട്ടില്ലെങ്കിൽ നമുക്ക് വിളിക്കാം കേട്ടോ. അങ്ങനെ ഞാനും പൂച്ചിട്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പൂച്ചിട്ടിക്ക് മീൻകറി വെച്ചിട്ടുണ്ട്. ഞാൻ കട്ടൻ ചായയും പിന്നെ അതിൽ നാളികേരം ഇട്ടിട്ടില്ലേ അതും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ വെതറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ നാളികേരപ്പാലാണ് നൂലുപുട്ടിലേക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കറിയോളും ഇഷ്ടമല്ല. പിന്നെ വല്ല ചിക്കനോ എന്തൊക്കെയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഇഷ്ടം നാളികേരപ്പാലിൽ നൂലുപുട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനും പൂജിട്ടിയും കാര്യമൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് രാവിലെ അങ്ങനെ വല്ലാണ്ട് കുറച്ച് നേരത്തേക്ക് ആണെങ്കിൽ ഒട്ടും കഴിച്ചാൽ പോയില്ല. ഇപ്പോൾ നമ്മുടെ ചേച്ചിമാരും കുട്ടികളൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിൽ കമൻറ്റ് ചേച്ചി നേരത്തിന് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ രാവിലത്തത് ഒട്ടുമിക്കതും കുറച്ച് നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണുണ്ട് കേട്ടോ. അതങ്ങനെ അങ്ങോട്ട് ശീലമായിട്ട് വരണം. എന്നിട്ട് ചായയോടി കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രങ്ങളില്ലേ അതൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാം. ഞാനത് കഴിക്കുന്നതിന് മുന്നേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നൂലുപുട്ടുണ്ടാക്കിയതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ അങ്ങോട്ട് കഴുകി കയറ്റിയിട്ട് നമുക്ക് വേഗം ഫുഡിൻ്റെ പരിപാടി നോക്കണം. അത് കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങും ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്നൊരു സ്പെഷ്യൽ പായസം റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം കൈയോടെ പണികൾ കഴിച്ചാലാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങും ഈ ഷോർട്സ് എടുക്കലും അതിൻ്റെ ഇടയിൽ കൂടെ ലൈവ് പോക്കും എല്ലാം കൂടെ നടക്കുള്ളൂ. ഇപ്പോൾ ഇന്നലെ ലൈവ് പോയി, ഇന്നിപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈ വോയിസ് കൊടുക്കുമ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്യലും കാര്യങ്ങളായിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 4 മണി കഴിഞ്ഞിട്ട് ഞാൻ ലൈവിൽ ഇനിയിപ്പോൾ കയറി ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. നാളെയും കൂടെ എനിക്ക് പോകാൻ പറ്റുമോ അറിയില്ല. മാക്സിമം പോകാൻ പറ്റുകയാണെങ്കിൽ നാളെ ലൈവിൽ, കാരണം ഇന്ന് പോയിട്ടിപ്പോൾ എന്തോ എനിക്ക് ലൈവിൽ പോകാൻ എന്തോ പോലെയാണ് കേട്ടോ. പിള്ളേർ ഇങ്ങനെ വെയിറ്റ് ചെയ്യില്ലേ, നമ്മളെ കാത്തിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കിച്ചൺ ടാബും കാര്യങ്ങളൊക്കെ നല്ലോണം തുടച്ച് സ്പ്രേ ചെയ്ത് എടുത്ത് അങ്ങോട്ട് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തുടയ്ക്കുന്ന തുടപ്പില്ലേ അതൊന്ന് ഊരി പിഴിഞ്ഞ് അവിടെ ഇട്ടിട്ട് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടും ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ടുണ്ട്. മേലല്ലേ നമ്മുടെ കോണിയുടെ മേലായിട്ട് ഞാൻ സാമി സ്റ്റാൻഡ് തറച്ചപ്പോൾ അവിടെ കുറച്ച് പൊടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മേലെന്ന് തന്നെ ഉണ്ട്, അതവിടെ അടിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കയ്യോടെ എല്ലായിടും കൊണ്ട് അടിച്ച് വാരിയിട്ട് പൂജിട്ടിയാണ് അടിച്ച് വരേണ്ട ആളുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് കയ്യോടെ അടിച്ച് വാരി എല്ലായിടും അങ്ങോട്ട് അടിച്ച് വാരിയിടാം, പിന്നെ വൈകിട്ട് നമുക്ക് തുടച്ചാൽ മതിയല്ലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോഴാണ് തലേ ദിവസത്തെ കുറച്ച് ഉണങ്ങാത്ത തുണി കണ്ടത്. ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട്, നമുക്കിവിടെ കൊണ്ടുവന്ന് വിരിച്ചിട്ടാലേ വാർപ്പിൻ്റെ ടെറസിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ കാറ്റും ഉണ്ട് വെയിലും ഉണ്ട്, അതങ്ങനെ ഉണങ്ങിക്കോളും എന്ന് വിചാരിച്ചു. ഇത്രയും ഉണങ്ങാനുള്ളൂ, കുറച്ച് നനവുണ്ടേനി അവിടെ ഇവിടെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മേലെ കൊണ്ടിട്ടിട്ടുണ്ട്. എപ്പോഴാണ് മഴ പെയ്യാമെന്നൊന്നും അറിയില്ല. മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഓടി വന്ന് എടുക്കാം കേട്ടോ. ഇതുണ്ടോ ഈ ഭാഗത്തൊക്കെ പൊടികളും കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത് നമ്മൾ ആ ടെറസിൻ്റെ മേലെ നിന്ന് ചവിട്ടി കയറിയ പൊടികളും ഉണ്ട്. പിന്നെ ഇവിടെ എന്നും അടിക്കാറൊന്നുമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് സ്റ്റെപ്പും കാര്യങ്ങളും അടിച്ച് വാരി തുടയ്ക്കാറുള്ളൂ. താഴെ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ, പിന്നെ ഈ സ്റ്റെപ്പ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഡെയിലി ഇവിടെ വന്ന് അടിക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ കാര്യമായിട്ട് പൊടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മെനക്കെട്ട് നിന്ന് അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി മാറാലും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പടുത്തും ഇങ്ങോട്ട് കയറി വൃത്തിയാക്കിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വല്ലാണ്ട് മാറാലും ചിലന്തി വലയൊന്നും കിട്ടണില്ല. അതന്നെ വലിയ ഭാഗ്യം കേട്ടോ. പിന്നെ തുടയ്ക്കണമെന്നോ ഈ വെള്ള ടൈലായതുകൊണ്ട് തുടച്ചിട്ടില്ലെങ്കിൽ മഹാ അലമ്പാണ്. അതുകൊണ്ട് വൈകിട്ടാണ് തുടയ്ക്കാറ്. ചില ദിവസങ്ങളിൽ രാവിലെ തുടയ്ക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് പൊടി പോരാൻ വേണ്ടി വലിയ പാടാണ് കേട്ടോ. ഒന്നാമത് നമ്മുടെ ഈ ഒരു ഈർക്കലി ചൂലായതുകൊണ്ടേ കുറേ നേരം നിന്ന് മെനക്കെട്ട് അടിച്ച് വരണം. അതുകൊണ്ടാണ് പൂജിട്ടോട് ഞാൻ പറഞ്ഞാൽ അമ്മ കുട്ടി അടിക്കേണ്ട, ഞാൻ അടിച്ചോളാം എന്നുള്ളത്. ഒന്നാമത് അവൾ അടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊടി പോവില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ നേരം ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്ത് തന്നോളൂ, ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യണത്. അല്ലെങ്കിൽ ആളാണ് കേട്ടോ അടിച്ച് വാരി കാര്യങ്ങളൊക്കെ ചെയ്യാറ്. തുടയ്ക്കൽ ഞാനാണ് മിക്കതും. വല്ലപ്പോഴും എനിക്ക് അത്രയും കയ്യിൽ പെയിനാകുമ്പോൾ അവൾ തുടച്ച് തരും. ഇപ്പോൾ ആശാത്തി എന്നും തിരുമ്പണ ആളായതുകൊണ്ട് ഇവിടെ കല്ലില്ലാത്തതുകൊണ്ട് ഞാനുള്ളതുകൊണ്ട് അത് പിന്നെ അങ്ങോട്ട് ആക്കം കിട്ടിയിട്ടുണ്ട്. പകുതി ആൾ തിരുമ്പിയാൽ മതി, പകുതി ഞാനാണ് തിരുമ്പണത് കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് ആ ഒരു കരടും കാര്യങ്ങളൊക്കെ അല്ലേ, കുറച്ച് ചപ്പുകൾ അതൊക്കെ ഞാൻ കയ്യിൽ വാരി എടുത്തിട്ടുണ്ട്. കവറും പേപ്പറും എന്തൊക്കെയോ ആയിരുന്നു. പൊടിയോളം അങ്ങോട്ട് അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. തലേ ദിവസം തുടച്ചുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കണ്ണൻകുട്ടിയാണ് ചവിട്ടി ഇടുന്ന ആളും. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ചവിട്ടി അങ്ങോട്ട് കയറും. ഇപ്പോൾ പിന്നെ അടി കിട്ടിയിട്ടും ചീത്ത കേട്ടിട്ടും കുറച്ചൊരു കുറവുണ്ട് കേട്ടോ ചെയ്യണതിനൊക്കെ. കണ്ണാതെ ഒരു വിളി വിളിച്ച് കഴിഞ്ഞാൽ കണ്ണൻ ഇപ്പോൾ എടുത്തത് എനിക്ക് എടുത്ത സ്ഥലത്ത് ഒതുക്കി വെച്ച പോലെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു ഹാലിളകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് വലിയ കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ നേരെ ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ എരിശ്ശേരിയും
സാമ്പാറും അവിയലൊക്കെ നമ്മുടെ വീഡിയോയിൽ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്സ് വീഡിയോ ആയിട്ടും ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓണ സീരീസിൽ പായസത്തിൻ്റെ റെസിപ്പി, പിന്നെ പറഞ്ഞ വടിയപ്പുളി അച്ചാർ ചെയ്തിട്ടുണ്ട്. ഇനി പുളിയഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂട്ടുകാരിയുടെ പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ കേട്ടോ മക്കൾ, എനിക്ക് നേരം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഈ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ എന്നൊക്കെ അറിയാമായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് എല്ലാം കൂടെ കാണിക്കാൻ വേണ്ടി പറ്റാത്തത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ അതിനുള്ള ഒരു ബഡ്ജറ്റും ഇല്ല, ഇപ്പം കാണിക്കണം. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഓണത്തിനും ഞാൻ ഈ സെയിം സാധനങ്ങൾ വാങ്ങുകയും വേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൻപയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു. മത്തനാണ് കേട്ടോ, അത് നല്ല പഴുത്ത മത്തനാണ്. അതിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കുകയും ചെയ്യാം. അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികൾ വേഗം ഒരുങ്ങുമല്ലോ. ഇത് തലേദിവസം അരിഞ്ഞ് വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കൊന്ന് കാര്യമായിട്ട് അരിശ്ശേരി മാത്രമേ ഉണ്ടാക്കണുള്ളൂ. പിന്നെ എന്തെങ്കിലും സൈഡായിട്ട് അച്ചാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടി പറഞ്ഞു കടയിൽ പോകുമ്പോൾ മുട്ട മേടിക്കാം, മുട്ട മസാലയും ഇതാകുമ്പോൾ നല്ല കോമ്പിനേഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത മത്തനാണ്. നല്ല നമ്മൾ എരിശ്ശേരിക്ക് നല്ല പഴുത്ത മത്തനാകുമ്പോൾ പൊടിയുള്ള മാത്രം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതിലേക്കുള്ള കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കാര്യങ്ങളും ഉണ്ട്, അതും കൂടെ കയ്യോടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കാലത്തെ ഈ ഫുഡിൻ്റെ കിച്ചണിലെ പരിപാടി കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടണ പോലെ തോന്നാറുണ്ട്. ഈ കുട്ടികൾ സ്കൂളിൽ പോണ സമയത്താണെങ്കിൽ ഇതിൻ്റെ ഫുഡും കൂടെ ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും ആവാറുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ നേരത്തെ മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാപ്പി കൂടി കഴിഞ്ഞിട്ട് വേഗം ഈ ഒരു ഫുഡിൻ്റെ പരിപാടിക്ക് നിൽക്കുന്നത്. ഇനി നാളികേരം പൊളിച്ചതായിരുന്നു, അതിൻ്റെ തുപ്പും കാര്യങ്ങളും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചേച്ചി വരുമ്പോൾ കൊണ്ടു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പുറത്ത് പോയി കളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലാവില്ലല്ലോ വിചാരിച്ചിട്ടാണ് എന്നിട്ട് നാളികേരം പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം അങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. ഇവിടെ കുട്ടികളെക്കാളും കഷ്ടമാണ് എൻ്റെ കാര്യം എന്നുള്ളത് ഈ വീഡിയോ കണ്ട നിങ്ങൾക്കും പിന്നെ എൻ്റെ വീട്ടിലുള്ളവർക്കും അറിയാം കേട്ടോ. അപ്പോൾ ആ വെള്ളം ഞാൻ കുടിച്ചു. പൂജുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കണ്ണൻകുട്ടിക്കാണ് തേങ്ങ വെള്ളത്തിന്, അവൻ കടയിൽ പോയ തക്കത്തിലാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നാളികേരം ചിരകാം കേട്ടോ എരിശ്ശേരിക്കുള്ള. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഒരു വരമുറിയൊന്നും ഉണ്ടായിരുന്നില്ല പഴയ നാളികേരം. അത് ആദ്യം ഇങ്ങോട്ട് ചിരകിയിട്ട് പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെ നാളികേരം ചിരകുക, അടിച്ചു വാരുക, തിരുമ്പുക, ഇതൊക്കെ എനിക്ക് പെയിന് ഭയങ്കരമായിട്ട് ഇളകും കേട്ടോ. പക്ഷെ അങ്ങനെ ഇളകുന്ന സമയത്ത് എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ കൂടെ വരുമ്പോൾ അധികമായിട്ട് എനിക്ക് ചെയ്യാനാണ് തോന്നാറ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ ഈ വേദനയുടെ ഈ ഒരു ഇതുകൊണ്ടേ, വേദനയോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ ഇളകി ഇങ്ങോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇത് എപ്പോഴാണ് പണി കിട്ടുക എന്നുള്ളത് അറിയില്ല. എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് നാളികേരം ചിരകിയത് 3 പച്ചമുളക്, 2 ചെറുള്ളി, 2-3 വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ 2 മണി കുരുമുളക് പൊടി ഇടാം, ഇല്ലെങ്കിൽ കുരുമുളക് മണി ഇടാം കേട്ടോ. ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല. ഇതെല്ലാം കൂടെ ഇട്ട് വേപ്പിലിട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എരിശ്ശേരിക്കുള്ള കൂട്ടിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം അരയ്ക്കേണ്ട, വെള്ളം ചേർത്ത് അരയ്ക്കാൻ വേണ്ട. എൻ്റെ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, വലിയ ചേച്ചിമാർക്കും ആൻറ്റിമാർക്കും അമ്മമാർക്കൊക്കെ ഇത് അറിയണ കാര്യമാണ് കേട്ടോ. കുട്ടികളുണ്ടാവില്ല, അവർക്കിപ്പോൾ ഈ തുടങ്ങിയ കുട്ടികൾ, കല്യാണം കഴിഞ്ഞ കുട്ടികൾ, അവരൊക്കെ ഉള്ളതില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരൊറ്റ 2 കറക്കിയാൽ മതി മക്കളെ, അപ്പോഴേക്കും അതാവും. എനിക്കിവിടെ ഷോക്ക് അടിക്കും കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ പേടിച്ചിറക്കിയിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ നിൽക്കണം. ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഓടാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ തിങ്ങിഞ്ഞിറങ്ങിയിട്ടാണ് അതിനകത്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ട് നമ്മളതങ്ങോട്ട് മാറ്റി വെച്ചു. മത്തൻ ഇട്ട് കൊടുത്തു, വൻപയർ വെന്തപ്പം മത്തൻ ഇട്ട് കൊടുത്തു, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, അത് അടച്ച് വെച്ചു. വേണമെങ്കിൽ ഇതിൽ പച്ചമുളക് കീറിയിടാം. ഞാൻ ഇപ്പം നമ്മുടെ അരപ്പിലേക്ക് എരിശ്ശേരിക്ക് ആവശ്യമുള്ളത് അരപ്പിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. മത്തൻ നല്ല പഴുത്ത മത്തനായതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിലേ വേണ്ടി വന്നിട്ടുള്ളൂ. നല്ലോണം വെന്ത് കണ്ടില്ലേ, ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരപ്പിൻ്റെ ഒരു പച്ചമണം മാറണ സമയം വരെ ഒന്ന് അടച്ച് വെക്കാൻ കേട്ടോ. പിന്നെ ഈ കുരുമുളക് പൊടി സ്റ്റേജിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുക, അത് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ചെറുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടി. അപ്പോൾ അതങ്ങനെ ആവണ സമയം കൊണ്ട് നമുക്ക് ഇരിക്കുന്ന മിക്സിയുടെ ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ അങ്ങോട്ട് കൈയോടെ പാത്രങ്ങൾ കഴുകി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ചെയ്ത് വെക്കും. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിരിക്കില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണി തീർന്ന സമയം കാണില്ല. അത് കയ്യോടെ എന്താ കുഞ്ഞിയതുള്ള വെച്ചാൽ അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയും നീറ്റാവും, പറഞ്ഞ പോലെ നമ്മുടെ പണികൾ ഒരുങ്ങും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പിന്നെ അരപ്പൊക്കെ വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ശർക്കരയുടെ അച്ചിട്ട് കൊടുക്കും ഞാൻ അതിനകത്ത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓവർ ആവണ്ട, എന്നാൽ കുറഞ്ഞും പോകണ്ട, അതൊരു പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് വറുത്തിടാനുള്ള സമയമായി. അപ്പോൾ ഒരു കുഞ്ഞ് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവണ സമയം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തിടാം, ഓയിലിനാണെങ്കിൽ ഓയിലിൽ വറുത്തിടാം. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതൽ
ശീലമായതുകൊണ്ട് ഞാൻ മിക്കത് ഓയിലാണ് കേട്ടോ ചെയ്യാറ്. എനിക്ക് ഓയിലിൻ്റെ സ്മെല്ലും ടേസ്റ്റും പറ്റുകയില്ല. പക്ഷെ ഇപ്പോൾ ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് എല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ. അതാണ് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറും എന്ന് പറയണത്. മനുഷ്യരല്ലേ, മാറും, എല്ലാ കാര്യങ്ങളും മാറും, ഇഷ്ടങ്ങൾ മാറും. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ. ഒരു 3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇഷ്ടമുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ലാതെ ആവും കേട്ടോ. ചില ഇഷ്ടങ്ങൾ അങ്ങനെ നിൽക്കും, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് വലിയ കമ്മലിടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഞാൻ വലിയ കമ്മലും കുറച്ച് വലിയ പൊട്ടൊക്കെ ഇട്ടായിരുന്നു. ഇപ്പം എനിക്ക് വലിയ കമ്മൽ ഇഷ്ടമല്ല, വലിയ പൊട്ട് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയാണ്. സാരി മാത്രമേ എടുത്തായിരുന്നുള്ളൂ. ഇപ്പം ഈ സാരി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ മാറി മറിഞ്ഞ് വരും. അപ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിശ്ശേരി നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചു. എന്നിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുത്തു, വറ്റൽമുളക് ഇട്ടു, വേപ്പിലിട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ചെറിയുള്ളി ഇല്ലേ അത് മൂപ്പിക്കാൻ വേണ്ടിയിടുക. അതൊന്ന് മൂത്തൊരു ബ്രൗൺ കളർ ആവണ വരെ, ആ ഒരു സമയം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് നാളികേരല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊരു ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിക്കുക കേട്ടോ. ഇതൊന്ന് മൂത്ത് വരണ സമയത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മുടെ അരപ്പ് അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുക. എരിശ്ശേരി റെഡി ആയിട്ടോ. എരിശ്ശേരി ഇങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൽ കോമ്പിനേഷനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉണക്കം ഇതില്ലേ, മോരുമുളക്, കൊണ്ടാട്ടമുളകോ പപ്പടോ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മീൻ വറുത്തതുണ്ടെങ്കിൽ സൂപ്പറൊക്കെയാണ്. നമുക്ക് ഇന്നിപ്പോൾ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ട മസാലയും എരിശ്ശേരിയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഊണ് കേട്ടോ. ഇതാ മുട്ട മസാല ഉണ്ട്, എരിശ്ശേരി ഉണ്ട് കേട്ടോ. കുട്ടികൾ നല്ല ഉറക്കാണ്. പായസം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്നൊരു സ്പെഷ്യൽ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചിട്ട് രണ്ടാൾക്ക് ഇപ്പോൾ ചോറ് വേണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ലൈവിൽ കയറാൻ വേണ്ടി പറ്റും. എനിക്കൊരു ഷോർട്സ് എടുക്കാണ്ടായിരുന്നു നമ്മുടെ പായസത്തിൻ്റെ. ലിപ്സ്റ്റിക്കൊക്കെ കുറച്ച് ഓവർ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്, എന്നാലും ഇത്ര കട്ടിയിലിട്ടത് അതുകൊണ്ടാണ്. അപ്പോൾ ആ ഷോർട്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ള വേഗം ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് ലൈവിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അവർ കഴിക്കുന്ന സമയമാകുമ്പോൾ ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഞാൻ ലൈവിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ കഴിക്കണം നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചത്. രണ്ടാളും നല്ല ഉറക്കാണ്. നീ എൻ്റെ ലൈവ് കഴിഞ്ഞ് തീർന്നിട്ടാണ് നീക്കേണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഇടയിൽ നീക്കേണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. പിള്ളേർ പായസമൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ വിശക്കണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാളും നല്ല ഉറക്കാണ് കേട്ടോ. എനിക്ക് എന്തായാലും 3 മണിയാകുമ്പോൾ ലൈവ് കയറണം. 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിരുന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ ചായ കുടിച്ചതല്ലേ, 3 നൂലുപൊട്ട് കഴിച്ചതല്ലേ, ഇത്രയും മണികളെടുത്തപ്പോഴേക്കും എനിക്ക് വിശന്നിട്ട് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പായസ റെസിപ്പി ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുല്ലോ, വിശക്കുമല്ലോ. അപ്പം വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു. ലൈവൊക്കെ കഴിഞ്ഞ് നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് കണ്ണൻകുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ട്. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഓരോ ദിവസം ചേച്ചിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത് എന്നുള്ളത്. നഷ്ടക്കച്ചവടമാണെന്ന് അറിയാം. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുന്ന കാശിനനുസരിച്ചാണ് എനിക്ക് പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഷാജിട്ടപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിള്ളേർ കാര്യം എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി കണ്ണൻകുട്ടിക്കാണ് കേട്ടോ. അവനാണെങ്കിൽ പൂജയ്ക്കും കണ്ണൻകുട്ടിക്കും ഇഷ്ടപ്പെട്ടത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരഞ്ഞ് പിടിച്ച് ഇവിടെ കുളമംഗലത്തുള്ളൊരു കടയാണ്, വില കുറവുണ്ട്, നല്ലതാണ്. അപ്പോൾ അവന് മനതൃപ്തിയോട് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നെ വലിയ ഭാഗ്യം കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ വളാഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചതായിരുന്നു, മാറ്റി വെച്ചായിരുന്നു. അതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ പൂജയ്ക്ക് എടുത്തപ്പോൾ ഷോപ്പ്, ആ ഒരു ഷോപ്പാണ്. അവിടുന്ന് അതും കൂടെ എടുത്തിട്ട് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് അടിപൊളി ഷോപ്പാണ് കേട്ടോ. നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ബാംഗിൾസും ഇയറിങ്സും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് വേറെ ഉണ്ട്. ഞാനതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നോക്കിയിട്ട് അവിടെ തന്നെ വയ്ക്കാനുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഞാനും വന്നിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മക്കളെ മറക്കരുത് കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.